ഖാദിയോട് ആഭിമുഖ്യമുള്ള ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിപണിയിൽ ഇറങ്ങുമ്പോൾ അവർക്ക് പല ബോർഡുകളും കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് ഖദർ ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് നോക്കുമ്പോൾ വ്യാജ ഖാദിയാണ്. അപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ എന്താണ് ഖാദി വസ്ത്രത്തിൻ്റെ പ്രത്യേകത? അത് ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഖാദിയും കൈത്തറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പലർക്കും അതറിയില്ല. അപ്പം ഖാദി എന്ന് പറയുന്നത് എല്ലാം കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നൂലുൽപാദനം അത് കയ്യധ്വാനത്തെ ചർക്കയിൽ നൂറ്റുകൊണ്ടാണ് നൂലുണ്ടാക്കുന്നത്. കൈത്തറിക്ക് അതല്ല, അത് സ്പിന്നിങ് മിൽ നൂലുൽപാദനം. അതുപോലെ തന്നെ തറയിൽ നെയ്തുകൊണ്ടാണ് തുണി ഉൽപാദനം. സ്പിന്നിങ് മില്ലോ അല്ലെങ്കിൽ മറ്റേ പവർ ലൂമോ ഒന്നും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. അപ്പോൾ ഖാദി ബോർഡ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമായിട്ടുള്ള ഖാദി സ്ഥാപനം പൂർണ്ണമായിട്ട് ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വ്യാജ ഖാദി വാങ്ങാതിരിക്കണമെങ്കിൽ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഈ സീസണിൽ, അതായത് ഓണക്കാലത്ത് ഖാദിക്ക് പൊതുവിൽ നല്ല സ്വീകാര്യത കിട്ടുന്ന സമയത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഖാദിയാണെന്ന് പറഞ്ഞിട്ട് പല ഉൽപ്പന്നങ്ങളും വരുന്നുണ്ട്. ഞങ്ങളൊരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ വസ്ത്രം നിർമ്മിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സുണ്ട്, നൂൽപ്പ് കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ട് ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്. കേന്ദ്ര ഖാദി കമ്മീഷനോട് ഞങ്ങളൊരു കാര്യം അഭ്യർത്ഥിച്ചു. ഈ സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് ചർക്ക പ്രവർത്തിപ്പിക്കാൻ സൗകര്യമാണ്. അപ്പോൾ കേന്ദ്ര ഖാദി കമ്മീഷൻ പറഞ്ഞെന്താണെന്നറിയാം, അത് ഹരിത ഖാദിയെ ആവും, നിങ്ങളുടെ ഖാദിയാവില്ല. ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പൂർണ്ണമായ ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഖാദി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. അതേസമയം കേരള വിപണിയിലടക്കം വ്യാജ ഖാദി ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യം. അപ്പോൾ പവർ ലൂമിൽ നെയ്തിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഖാദിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ പൂർണ്ണമായിട്ട് 100% ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്, വിപണനം ചെയ്യുന്നത്. അതേസമയം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, അതുപോലെ ഡോക്ടേഴ്സ് കോട്ട്, നേഴ്സസ് കോട്ട്, അതെല്ലാം മെഷീൻ കൂടി ഉപയോഗിക്കുന്നതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നേ ഇവർ ഈ വീടാന്തരം ലോണിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒറിജിനൽ അല്ല. അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണത്തിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളും ഞങ്ങളെ സഹായിക്കണം. ഈ വ്യാജഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് എതിരായിട്ടുള്ള ബോധം ഉപഭോക്താക്കളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളുടെ നല്ല പിന്തുണ വേണം. ഞങ്ങൾ ചിലയിടത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വ്യാജഖാദി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനെതിരായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ചില നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിട്ടുണ്ട്. ബോധവൽക്കരണം ആവശ്യമാണ്, അതോടൊപ്പം ഗവൺമെന്റ് നടപടികളും ആവശ്യമാണ്. ക്വാളിറ്റി ആൻഡ് അഷുറൻസ്, ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം. അതിൽ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആഭ്യന്തര സംവിധാനമുണ്ട്. അതായത് ഒരു നൂലുൽപാദന കേന്ദ്രത്തിൽ നൂലിൻ്റെ ക്വാളിറ്റി, തുണി ഉൽപാദന കേന്ദ്രത്തിൽ തുണിയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയുള്ള ആഭ്യന്തര സംവിധാനം ഖാദി ബോർഡിനുണ്ട്. ഞങ്ങളുടെ ഉൽപാദന കേന്ദ്രത്തിൽ നിന്നല്ലേ അത് ഓരോ തൊഴിലാളിയും ഉൽപ്പാദിപ്പിക്കുന്നപ്പോൾ ഒരു കഴി നൂല് ഉൽപ്പാദിപ്പിച്ചാൽ ഇത്രയാണ് അതിന് കൂലി, പോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലിയുണ്ട്. അപ്പോൾ ഓരോ തൊഴിലാളിയുടെയും കണക്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന മാക്സിമം അവരുടെ ശേഷി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പാദനമുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ കണക്കിൽ അതിൻ്റെ അപ്പുറം വേറെ ഏതെങ്കിലും ഉൽപ്പന്നം അവരുടെ കണക്കിൽ ഉൾപ്പെടുത്താൻ പറ്റും. കൃത്യമായിട്ടുള്ള മെക്കാനിസം ഉണ്ട്.